പ്രതികരണങ്ങളുടെ ആത്മീയതയിലേക്ക് സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനെ ആസ്പദമാക്കി അല്പം വേറിട്ട ചിന്തകൾ ഏവരുമായി ജാതിമത ഭേദമന്യേ ഏവരുമായി പങ്കിടുകയാണ് ലക്ഷ്യം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാക്കുവാൻ വീണ്ടും വീണ്ടും താല്പര്യപ്പെടുന്നു. വേദപുസ്തകത്തെ ആസ്പദമാക്കി ആത്മീയമായ ചിന്തകൾ ജാതിമത ഭേദമന്യേ എല്ലാവരുമായി പങ്കിടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മതപരിവർത്തനമല്ല എന്നത് പ്രത്യേകമായി അടിവരയിട്ട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആരെയും വലയിട്ട് മീൻ പിടിക്കുന്ന പരിപാടി എനിക്കില്ല. എന്നാൽ എല്ലാവർക്കും നന്മ വരണം, വെളിച്ചം എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കണം എന്ന ഒരു വലിയ ദാഹമുണ്ട്. അതിന് മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. യേശുവിൻ്റെ പഠിപ്പീരുകൾ നാം മതത്തെ മനസ്സിലാക്കുന്ന വിധം വെച്ച് ചിന്തിച്ചാൽ മതങ്ങൾക്ക് ഗണ്യമായ ദോഷം വരുത്തുന്നതും മതപരമായ താല്പര്യങ്ങളെ തകിടം മറിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് മതത്തിൻ്റെ സംരക്ഷകർ യേശുവിനെ കൊന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകളെ ആസ്പദമാക്കി ചില ആത്മീയമായ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഞാൻ തുനിയുമ്പോൾ അതിൽ മതപരമായ യാതൊരു താല്പര്യവുമില്ല എന്നത് ഇത് കേൾക്കുമ്പോൾ പല ക്രിസ്ത്യാനികൾക്കും എന്നോട് വിമ്മിഷ്ടം തോന്നും എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിശക്തമായ ഭാഷയിൽ സർവ ഊന്നലും കൊടുത്ത് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന അതിമനോഹരമായ ശ്രദ്ധേയമായ എന്നാൽ ഒട്ടുമുക്കാലും അവഗണിച്ച് ഇരിക്കുന്ന ചില സത്യങ്ങൾ എവിടെയും ശ്രദ്ധയിൽ സവിനയം സമർപ്പിക്കുക അല്ലെങ്കിൽ പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. യേശു പറഞ്ഞത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മോശയുടെ നിയമം പരാമർശിച്ചാണ് യേശു പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത് ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഇത് വളരെ വളരെ പ്രശസ്തമാണ്, സുപരിചിതമാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധി തൻ്റെ സർവമത പ്രാർത്ഥന കൂട്ടങ്ങളിൽ ഒട്ടുമുക്കാലും പർവ്വതപ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് ഭാഗ്യവചനങ്ങൾ ആണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധിയുടെ ആത്മീയ ദർശനത്തെ രൂപീകരിക്കുന്നതിൽ യേശുവിൻ്റെ പഠിപ്പീരുകൾക്ക് ഒരു പങ്കുണ്ടായിരുന്നു എന്നത് ആരും നിഷേധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ആശയങ്ങളുടെ ഉത്ബോധനങ്ങളുടെ സാർവലൗകികമായ പ്രസക്തി തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നാം ഇപ്രകാരമുള്ള ഒരു ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ചിന്തയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ നാം ആദ്യമേ മനസ്സിൽ വ്യക്തമായി ധരിക്കേണ്ടത്, എല്ലാ മനുഷ്യരും അവരെ തന്നെ പ്രകടിപ്പിക്കുവാൻ താല്പര്യമുള്ളവരാണ്. ഇംഗ്ലീഷിൽ അതിന് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയും. എവറി ഹ്യൂമൻ ബീയിങ് വോണ്ട്സ് ടു എക്സ്പ്രസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അത് മനുഷ്യൻ്റെ മാനുഷികമായ സാർവലൗകികമായ ആവശ്യവും അവകാശവുമാണ്. ഒരു വ്യക്തിക്ക് അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം സാഹചര്യങ്ങളോട് പ്രതികരിക്കുവാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ അവൻ അടിമയല്ല, അടിമയേക്കാൾ മോശമാണ്. അടിമയ്ക്ക് പോലും അവൻ്റെ അടിമത്വത്തിൻ്റെ മധ്യത്തിലും താൻ ആരാണ് എന്ന് വല്ലപ്പോഴുമൊക്കെ വെളിപ്പെടുത്തുവാൻ ഉള്ള സാവകാശമുണ്ട്, അവസരങ്ങളുണ്ട്. റോമൻ സാമ്രാജ്യത്തിൽ, റോമൻ നഗരത്തിൽ 10,000 കണക്കിന് അടിമകളെ
നിർദാക്ഷിണ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിൽപ്പെട്ടിരുന്ന പല അടിമകളും ആ അടിമത്വത്തിൻ്റെ മനോഭാവത്തെ അതിജീവിച്ച് തത്വശാസ്ത്രജ്ഞന്മാരായി, അവർ അവരുടെ യജമാനന്മാരുടെ ഗുരുക്കളായി. അതിലൊരാളുടെ പേരാണ് എപ്പിക്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും എൻ്റെ കഴിഞ്ഞകാല വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ദി ഡിസ്കോഴ്സസ് ഓഫ് എപ്പിക്റ്റേറ്റസ് എന്ന പുസ്തകത്തിൽ നിങ്ങൾക്കത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ അടിമയ്ക്ക് പോലും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തുവാനുള്ള അവകാശവും അവസരങ്ങളുമുണ്ട്. അത് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നതും നാം തിരിച്ചറിയേണ്ടതാണ്. എന്നാൽ നാം പലപ്പോഴും അവലംബിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്നൊരു നിലപാട്, നാം സാഹചര്യങ്ങളുടെ ഇരകൾ മാത്രമാണ്. കുറെ കൂടെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ ദുർഭാഗ്യവശാൽ അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. വെളിച്ചമാണെങ്കിൽ വെളിച്ചം തന്നെയാണ്. അത് ഇരുട്ടിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് ശോഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ യേശു പറയുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, അത് നമ്മുടെ ധാരണകളെ തിരുത്തുവാൻ പര്യാപ്തമാണ്, സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. നാം നമ്മുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുക വലിയ ഒരു അവകാശമായും ആവശ്യമായും കരുതുന്നു. അത് സത്യം തന്നെ. പക്ഷെ എങ്ങനെയാണ് നാം നമ്മെ തന്നെ പ്രകടിപ്പിക്കുന്നത്? ഹൗ ഡു വി എക്സ്പ്രസ് അവർ സെൽവ്സ്? പലരും വിചാരിക്കും, ഒരു സ്റ്റേജിൽ കയറി നല്ലൊരു പ്രസംഗം നടത്തിയാൽ ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ എനിക്ക് കഴിയും. അല്ലെങ്കിൽ നല്ല മോഡിയിൽ വസ്ത്രം ഇട്ടു, വലിയ കാറിലൊക്കെ സഞ്ചരിച്ചു, ആഡംബരമായിട്ട് നടന്നു, ജീവിച്ചു, മറ്റുള്ളവരുടെ അസൂയാപാത്രമായി, അപ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ നേടിയെടുത്തു, അല്ലെങ്കിൽ ചില കമ്മിറ്റിയുടെ അംഗങ്ങളായി, ചില സഭയുടെ അംഗമായി, അല്ലെങ്കിൽ ചില വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നെ ഒന്ന് നോക്കി എൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ധാരണകളാണ്. പക്ഷേ യേശു ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട ആശയം, നിങ്ങളെ തന്നെ ഏറ്റവും ആധികാരികമായി വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടെയല്ല, പ്രസ്താവനകളിൽ കൂടെയല്ല, നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെയാണ്. നോട്ട് യുവർ ആക്ഷൻസ് ബട്ട് യുവർ റിയാക്ഷൻസ് റിവീൽ യുവർ സെൽഫ് ബെസ്റ്റ്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇത് വളരെ 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 ശ്രദ്ധേയമാണ്. നമ്മുടെ പ്രവൃത്തികളേക്കാൾ നമ്മുടെ പ്രതികരണങ്ങളിൽ കൂടെയാണ് നാം യഥാർത്ഥത്തിൽ നാം ആരാണ് എന്ന് നാം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ വിവിധ അവസ്ഥകളിൽ, രംഗങ്ങളിൽ നാം എപ്രകാരം പ്രതികരിക്കുന്നു എന്നത് മാത്രമാണ് ഇവിടെ കേന്ദ്രബിന്ദുവായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരെങ്കിലും നിങ്ങളെ ഒന്ന് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മോശയുടെ പഠിപ്പിനനുസരിച്ച് ഒരു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതൊരു തരത്തിലുള്ള പ്രതികരണമാണ്. അതിന് നിയമത്തിൽ ലെക്സ് ടാലിയോണിസ് എന്ന് പറയും. ലെക്സ് ടാലിയോണിസ്, അതായത് ഈക്വാളിറ്റി ബിറ്റ്വീൻ ഒഫൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. ലെക്സ് ടാലിയോണിസ്, TALIONIS. അത് നിയമത്തിൽ ഇന്നും പ്രാബല്യത്തിലുള്ളൊരു മർമ്മം തന്നെയാണ്. ദി ഇക്വിവലൻസ് ബിറ്റ്വീൻ ഒഫൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ പലപ്പോഴും പറയാമല്ലേ, പ്രൊപ്പോർഷനറ്റ് പണിഷ്മെൻറ്റ് എന്ന് പറയും. ദ ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷനറ്റ് പണിഷ്മെൻറ്റ്. അതിനപ്പുറത്ത് പോകാൻ മനുഷ്യൻ്റെ മാനുഷികമായ ബുദ്ധിക്ക് കഴിവില്ല. അത് മോശ എന്ന് പറഞ്ഞതാണ്. മോശ എന്ന് പറയുമ്പോൾ അന്ന് ആ പ്രദേശങ്ങളിൽ നിലവിലിരുന്ന പല മോറൽ ലീഗൽ കോഡും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ
ആരെങ്കിലും നിൻ്റെ ഒരു പല്ല് പറിച്ചാൽ നീ അവൻ്റെ ഒരു പല്ല് പറിച്ചു. ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവൻ്റെ കണ്ണ് പൊട്ടിച്ചുകൊണ്ട് നിനക്കെന്താണ് പ്രയോജനം? അത് ചോദിക്കണ്ട. നിൻ്റെ കണ്ണ് പോയി, അവൻ്റെയും കണ്ണ് പോട്ടെ. ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ പ്രതികരണം അവിടെ കൊണ്ട് നിൽക്കുകയാണ്. യേശു പറയുന്നത്, നീ അതിനെ എന്താ പറയുന്നത്, അതിജീവിക്കണം. യു മസ്റ്റ് എക്സീഡ്, യു മസ്റ്റ് ഗോ ബിയോണ്ട്, യു മസ്റ്റ് ട്രാൻസെൻഡ്. നീ അതിനെ അതിജീവിക്കണം, അതിന് മുന്നേ പോകണം, അതിനപ്പുറം കടക്കണം. അത് ഒരു പരിമിതിയായി, ഒരു മതിലായി നീ സ്വീകരിക്കരുത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? ഇതിനെ ആക്ഷരികമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുകയില്ല. ഇപ്പോൾ ആരെങ്കിലും നിന്നോട് ചോദിച്ചു, നിന്നോട് വ്യവഹരിക്കുന്നവന് വസ്ത്രം ചോദിക്കുമ്പോൾ പുതപ്പും കൂടെ കൊടുക്കുക, 1 നാഴിക പോകാൻ 2 നാഴിക, അത് ആക്ഷരികമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ് എന്നതാണ് നമ്മുടെ അന്വേഷണം. അതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രാഥമികമായ ഒരു ആശയം അവതരിപ്പിക്കട്ടെ. നാം ഒരു സാഹചര്യത്തിലാകുമ്പോൾ നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ്, അതെപ്രകാരമാണ് വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ഒരു പുഷ്പം അവിടെ നിൽക്കുന്നു, മനോഹരമായ പുഷ്പം. അത് കാണുമ്പോൾ അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. അല്ല, അവിടെ അല്പനേരം കണ്ട് അതിനെ ആസ്വദിച്ച് പോകുന്നവരുണ്ട്. അല്ല, അതിനടുത്ത് പോയി നിന്ന് അതിനെ ഒന്ന് തൊട്ട് തലോടി ഉള്ളിലെ സന്തോഷം സ്പർശനത്തിൽ കൂടെ ആ പുഷ്പത്തോട് അറിയിക്കുവാൻ കൂട്ടാക്കുന്നവരുണ്ട്. എന്നാൽ അതിനും അപ്പുറത്ത് അത് കണ്ടൊരു കവിത എഴുതുന്ന കവിയുമുണ്ട്. വ്യത്യാസം എവിടെയാണ്? ഈ വ്യക്തികളിലുള്ള വ്യക്തിത്വ വികസനത്തിൻ്റെ വ്യത്യാസങ്ങളാണിത്. അപ്പോൾ ആ പുഷ്പത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്, കണ്ണുണ്ടായാലും കാണാൻ കഴിവില്ലാത്ത പ്രകൃതിയുടെയോ മനുഷ്യൻ്റെയോ സൗന്ദര്യം കാണുവാൻ കഴിവില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അവരിൽ നിന്ന് എന്ത് പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? അപ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. അതിനെപ്പറ്റി നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഭൗതികമായ പരിശീലനത്തിൽ കൂടെ, കാഴ്ചപ്പാടിൽ കൂടെ, സാംസ്കാരികമായ ധാരണകളുടെ വെളിച്ചത്തിൽ മനുഷ്യന് ഈ ലോകത്തിൽ വളരുവാനും വികസിക്കുവാനും ലഭിക്കുന്ന സാഹചര്യങ്ങൾ, പ്രേരണകൾ, അവസരങ്ങൾ മുഴുവനും ശാരീരികമാണ്. പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ ഭൗതിക സംസ്കാരത്തിൻ്റെ പരിധിയിൽ മാത്രം, അതിൻ്റെ മാത്രം പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട്, അതിൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം അള്ളിപ്പിടിച്ച് ജീവിതത്തെ കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യനൊരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് ശാരീരികമായ താല്പര്യങ്ങൾ, സന്തോഷങ്ങൾ, വളർച്ച, സൗകര്യങ്ങൾ, ഇക്ലികൾ, ഇതിനപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ബാക്കിയുള്ള കടങ്കഥകളാണ്. അത് ബുദ്ധിയുള്ളവർക്ക് പറയാൻ കൊള്ളുന്നതല്ല, ചില മണ്ടന്മാർക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു ശരീരമാണ്, അതുകൊണ്ട് മനുഷ്യനൊരു മൃഗമാണ് എന്ന ഒരു ധാരണയ്ക്കാണ് ഒരു പക്ഷേ കൂടുതൽ ആളുകൾ ചെവി കൊടുക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ കൂടെയും സാംസ്കാരികമായ പ്രചോദനങ്ങളിൽ കൂടെയും വേണ്ട ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനത്തിൽ കൂടെ പോലും വിദ്യാഭ്യാസത്തിൽ കൂടെയും എല്ലാം നാം നോക്കുമ്പോൾ ശാരീരികമായ വളർച്ച എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ വളർച്ച പോലും ശാരീരികമായ ഗുണങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ, നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. നാം എന്തിനാണ് നല്ലതായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്? നല്ല ജോലി കിട്ടി, വലിയ ശമ്പളമൊക്കെ കിട്ടി, വലിയ വീടൊക്കെ വെച്ച്, വലിയ കാർ വാങ്ങിച്ചു സുഖത്തോടെ അവസാനം ശരീരത്തിലാണ് ചെന്ന് മുട്ടി നിൽക്കുന്നത്. അല്ലാതെ വലിയ വിദ്യാഭ്യാസമൊക്കെ പ്രാപിച്ച് നീ ഒരു ഉദാത്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകണമെന്ന് ആരും പറയില്ല. അങ്ങനെ പറയുന്നവൻ മണ്ടനാണെന്നേ പറയത്തുള്ളൂ. നല്ലതായിട്ട് പഠിക്കണം,
പഠിച്ചു വലിയ ജോലിയൊക്കെ കിട്ടി സുഖമായിട്ട് ജീവിക്കണം. അവിടെയും ശരീരം മാത്രമാണ്. ഇത് ഈ സംസ്കാരത്തിൻ്റെ വലിയ ഭീകരമായ പരിമിതിയാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മനുഷ്യനൊരു ശരീരം മാത്രമല്ല, അവൻ മനസ്സും ആത്മാവും കൂടെയാണ്. അങ്ങനെ സമഗ്രമായ വികസനത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായി തീരുകയുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും മനുഷ്യനായി തീരുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നാം എപ്രകാരമാണ് വളർന്നിട്ടുള്ളത് എന്നത് എങ്ങനെയാണ് നാം അറിയുന്നത്? ഇപ്പോൾ ശാരീരികമായിട്ട് മാത്രം വളർന്നിട്ടുള്ള ഒരു വ്യക്തി ശരീരത്തിൻ്റെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും മാത്രം അനുസരിച്ച് ജീവിത അവസ്ഥകളെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാറ്റിനോടും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അവനെ ഒന്ന് നുള്ളിയാൽ, ഒന്ന് തോണ്ടിയാൽ അവൻ വലിയ ശക്തമായി തിരിച്ചടിക്കുന്നതിൽ കൂടെ മാത്രമേ അഭിമാനം കണ്ടെത്താൻ സാധ്യമാകുകയുള്ളൂ. വാജ്പേയി പ്രൈം മിനിസ്റ്ററായിരുന്ന സെൻട്രൽ ഗവൺമെൻറ് സർക്കാരിൽ മന്ത്രിയായിരുന്ന അരുൺ ഷോരി അദ്ദേഹം നടത്തിയ സുപ്രധാനമായ പ്രശസ്തി ആർജിച്ചൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞ ക്രിസ്ത്യാനികളൊക്കെ പറയും ഒരു കണ്ണിന് പകരം ഒരു കണ്ണ്, ഒരു പല്ലിന് പകരം ഒരു പല്ല്. ഞങ്ങളുടെ വിശ്വാസമൊന്നുമല്ല. ഞങ്ങളുടെ വിശ്വാസം ആരെങ്കിലും ഒരു പല്ല് ഞങ്ങളുടെ എടുത്താൽ ഞങ്ങളവരെ കീത്താടി കൂടെ ഓടിച്ച് വിടും എന്നാണ് പറയുന്നത്. അതങ്ങനെ പറയാൻ സാധ്യമാകുക. അതാണ് എൻ്റെ സത്യസന്ധമായ നിലപാട്. അത് ശരീരത്തിൻ്റെ ശക്തി കൊണ്ട്, ശരീരത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ കാണുമ്പോൾ തെളിഞ്ഞു വരുന്ന അഭിമാന പുരസ്സരമായ ഒരു പ്രതികരണം ഇത് മാത്രമാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും മഹനീയമായ ഒരു നിയമമാണ് മോശ നൽകിയത്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ശരീരത്തിന് അതിനപ്പുറത്ത് ശാരീരികമായ ദർശനത്തിന് നാം നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മത്തെ ആശ്രയിച്ച് ബാഹ്യാവസ്ഥകളോട് പ്രതികരിക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു സാധ്യതയുണ്ടെന്ന് ഒരു കാലത്തും തിരിച്ചറിയുവാനോ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനോ നമുക്ക് സാധ്യമല്ല. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് യേശുവിൻ്റെ ആദർശങ്ങൾ പ്രാവർത്തികമാണോ അല്ലയോ എന്ന ചോദ്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ ഉത്തരം ഇതൊന്നും പ്രാവർത്തികമല്ല എന്നത് തന്നെയാണ്. ഞാനൊരു കാലത്ത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മെയിൻ റിസോഴ്സ് പേഴ്സണായി വളരെ നാൾക്ക് മുൻപാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പരിധിയിലുള്ള ഉടമസ്ഥതയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പൽസ്, വൈസ് പ്രിൻസിപ്പൽസ് അവർക്ക് വേണ്ടി സെമിനാർ നടത്തുക, വർക്ക്ഷോപ്പ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ യേശുവിൻ്റെ ആദർശങ്ങളനുസരിച്ച് അവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അവർ പറയും, ഈ പറയാനൊക്കെ കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഇതൊന്നും പ്രാവർത്തികമല്ല. ഈ വഴിയെ പോയാൽ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും എന്ന് മാത്രമേ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ല YMCAയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രസംഗം നടത്താനായിട്ട് അവരെന്നെ അവരുടെ മണ്ടത്തരം കൊണ്ട് തന്നെ ക്ഷണിച്ചു. അപ്പോൾ അത് മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റിയൊക്കെയാണ് ഞാൻ പ്രസംഗിച്ചത്. പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ മൈനോറിറ്റി റൈറ്റ്സും അഴിമതിയും, ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശവും അഴിമതിയും ഒരേ സമയത്ത് കൊണ്ടുപോകുന്നത് ശരിയല്ല. അഴിമതിയില്ലാതെ, കൈക്കൂലി വാങ്ങിക്കാതെ ഒരു സ്ഥാപനം നടത്താൻ സാധ്യമല്ല എന്ന ഈ വലിയ തെറ്റിദ്ധാരണ, ഒരന്ധവിശ്വാസം പോലെ നമ്മുടെ ഇടയിൽ ഉള്ളതെന്ന് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാഗ്യദോഷത്തിന് എന്നെ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ മധ്യത്തിൽ കേരളത്തിൽ അല്പം തലയെടുപ്പുള്ള ഒരു ക്രിസ്തീയ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തൊരു മാന്യദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് കോപം കൊണ്ട് നിറഞ്ഞിട്ടെന്നോട് പറഞ്ഞു, ഈ ആശയങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, നടക്കത്തില്ല. ഒരു സഭയും ഒരു സ്ഥാപനവും കൈക്കൂലി വാങ്ങിക്കാതെ നടത്താനൊക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അവളത് അഭിമാനത്തോടും തൻ്റെ ഇടത്തോടും ആവേശത്തോടും കൂടെയാണ് പറയുന്നത്. കാരണം ആത്യന്തികമായി നാം വിശ്വസിക്കുന്ന അപ്പോസ്തലൻ എന്നാ പറയുന്നത്, നൈസീൻ ക്രീഡ്, അപ്പസ്തോലിക പ്രമാണം, ഇവയ്ക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ വിശ്വാസം ഒറ്റ വിശ്വാസ പ്രമാണമേ നമുക്കുള്ളൂ. എന്താണ്? അനാശാസ്യമായി പണം സമ്പാദിച്ചില്ലെങ്കിൽ പരിശുദ്ധമായ ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരണകൾ എന്തുകൊണ്ടാണ് അതിൽ നാം അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ശരീരം കൊണ്ട് മാത്രമാണ് നാം ചിന്തിക്കുന്നത്. ശരീരത്തിന് ഇപ്രകാരം മാത്രമേ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. ശരീരത്തിന് അതിൻ്റെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ ധാതുപരമായ കാര്യങ്ങളിൽ, അപ്പോൾ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ, പിന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ഗുണ്ടാകൾ നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കളെ അടിച്ചോടിക്കാനായിട്ട് കുറുപടിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരാശ്വാസം വരും. അല്ല, ദൈവം നിന്നെ കാത്തുകൊള്ളുന്നൊക്കെ പറഞ്ഞാൽ പോടാ പോയി പണി നോക്കാൻ പറയും. ഇതാണ് അതിൻ്റെ സത്യം. പക്ഷെ ഇത് പറയാൻ ആളുകൾ മടിക്കുന്നുവെന്ന് മാത്രം. ആ ഒരു കാഴ്ചപ്പാടിൽ യേശു പറഞ്ഞ കാര്യം ശുദ്ധ മണ്ടത്തരമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വികസിക്കുന്നുണ്ടോ ഇല്ലയോ? മനസ്സ് വികസിക്കുന്നുവെങ്കിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ന്യായശാസ്ത്രി യേശുവിനെ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അപമാനിക്കാനായിട്ട് എഴുന്നേറ്റു. അവനോട് ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പം ഇവനൊന്നും അറിഞ്ഞുകൂടാ, മണ്ടനാണ് എന്ന് ജനം അറിഞ്ഞുകൊള്ളട്ടെ എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ ദുരുദ്ദേശത്തോടു കൂടെ നടത്തിയ ഇടപെടൽ, അതിനോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് നാം ആയിരുന്നുവെങ്കിൽ, നമ്മെ ജനത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അപമാനിക്കാനായിട്ട് ഒരുത്തിന് എഴുന്നേറ്റിരിക്കും, നമ്മൾ എന്ത് ചെയ്യും? സർവശക്തിയും ഉപയോഗിച്ച് നാം തിരിച്ചടിയും. യേശു എന്താണ് ചെയ്തത്? സർഗാത്മകതയോടെ അതിനെ കൈകാര്യം ചെയ്തു. അതിൻ്റെ ഫലമായി അമർത്യമായ മനുഷ്യചരിത്രം അവസാനിക്കുന്നത് വരെയും ഉജ്ജ്വലമായി ശോഭിക്കുന്ന ഒരു വലിയ ഉപമയുണ്ടായി. ആ ഉപമയുടെ പേരാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമ. അതാണ് ബുദ്ധി വികസിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. നമ്മുടെ ചിന്താശക്തി വർദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏക അഭയം എന്താണ്? കയ്യൂക്ക്. ഈ കാലത്ത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കേരള രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വേദിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ അപകടം, ഈ കയ്യൂക്ക് പ്രയോഗിക്കുന്നത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും, അത് നമ്മുടെ ബൗദ്ധികമായ വളർച്ച ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആകെപ്പാടെ അവലംബിക്കാവുന്നത് കയ്യൂക്കുകൊണ്ടാണ്. ഇവിടെയൊക്കെ മനുഷ്യൻ അവൻ്റെ ബുദ്ധിപരമായ കഴിവ് കൊണ്ട് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിവില്ല എന്ന് വരുമ്പോൾ അവൻ ഏതെങ്കിലും വിധത്തിൽ അക്രമം പ്രയോഗിക്കും. അത് വാക്കുകൾ കൊണ്ടുള്ള അക്രമം, വെർബൽ വയലൻസ് ആകാം, ശാരീരികമായ ആക്രമണം, ഫിസിക്കൽ വയലൻസ് ആകാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കടമെടുത്ത് കൊട്ടേഷൻ സംഘത്തെ കൊണ്ടുവന്ന് അടുപ്പിക്കുന്നത്, എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വടിയെടുത്ത് അടിക്കാൻ നോക്കും. അവിടെ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ദൈവം നമ്മുടെ ആശ്രയമെന്നൊക്കെ, യഹോവ നമ്മുടെ സങ്കേതമെന്നൊക്കെ പറയും. പക്ഷേ മാങ്ങാണ്ടിയോടടുത്ത് വരുമ്പോൾ അറിയാം പുളിയെന്ന് പറയുന്ന പോലെ, സംഗതികളുടെ അടുത്തോട്ട് വരുമ്പോൾ അറിയാം നാം ആരെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധി വളർത്തിയെടുത്താൽ അപ്രകാരം നമുക്ക് പ്രതികരിക്കാൻ കഴിയണമോ? മറ്റുദാഹരണമാണല്ലോ, യേശുവിനെ ഒരു കുരുക്കിൽപ്പെടുത്തുന്നതിന് വേണ്ടി പരീശന്മാരും ശാസ്ത്രന്മാരും ഒക്കെ വന്ന് സീസറിന് കപ്പം കൊടുക്കുന്നത് വിഹിതമാണ്. അപ്പോൾ കൊടുക്കുന്നത് വിഹിതമാണെന്ന് പറഞ്ഞാൽ അവൻ യഹൂദനല്ല. കാരണം സീസറിന് കപ്പം കൊടുത്താൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൈസറെ അംഗീകരിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ മുമ്പിൽ യേശുവിനെ നാറ്റിക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അന്ന് റോമിൽ അത് റിപ്പോർട്ട് ചെയ്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ വാളുകൊണ്ട് യേശുവിനെ വെട്ടി ഇടാൻ സാധിക്കും. ഇതാണ് ഉദ്ദേശം. യേശു അത് എപ്രകാരമാണ് കൈകാര്യം ചെയ്തത്? ഒരു നാണയം തരാൻ പറയും. ഇതിലെ രൂപവും മേലെഴുത്തും ആരുടേതാണ്? അതാണ്, ആ ഒരു കഴിവ് നമുക്കില്ല. അതാണ് നമ്മുടെ പ്രശ്നം.
അതിമനോഹരമല്ലേ? അത്ഭുതപ്പെടുത്തുന്ന അത് ഒറ്റ നിമിഷം കൊണ്ടല്ലേ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ മാഹാത്മ്യം അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഇതൊരു1000 തവണ വായിച്ചാലും എൻ്റെ മനസ്സിൽ അത്ഭുതം അവസാനിക്കുകയില്ല. അത് ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തിൽ വരണമെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് താല്പര്യമില്ലാതെ പോകുന്നത്? വെറും മൊണ്ണത്തരം കൊണ്ടാണ് സ്വർഗത്തിൽ പെട്ടെന്ന് പോകാൻ സാധിക്കുന്നത് എന്ന് മനുഷ്യരെ ധരിപ്പിച്ചാൽ അവരത് വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കണം? എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്ത് കടന്ന് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുമോ? ആ ഒരു ഘട്ടത്തെയാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും ഒരു ഉടുപ്പ് ചോദിച്ചാൽ ആ ഉടുപ്പ് കൊടുക്കണം എന്നത് ശരീരത്തിൻ്റെ ബുദ്ധി കൊണ്ട് നമുക്കറിയാൻ സാധ്യമല്ല. അതിന് മനസ്സിൻ്റെ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സാകാം. എന്നാൽ അതിനും അപ്പുറത്ത് പോയിട്ട് ആരെങ്കിലും നിൻ്റെ ഉടുപ്പ് ചോദിച്ചാൽ നിൻ്റെ പുതപ്പൂടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ബുദ്ധിക്കും അപ്പുറത്ത് പോകണം. അല്ലാതെ നീ നഗ്നനായി നടക്കണമെന്നോ നിനക്ക് ഉടുപ്പുണ്ടാകരുതോ എന്നല്ല. അത് ആക്ഷരികമായി നാം വരുത്തി വെക്കുന്ന തെറ്റിദ്ധാരണയാണ്. അതല്ല എൻ്റെ അർത്ഥം. നീ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ 3 തരത്തിൽ നിനക്ക് പ്രതികരിക്കാൻ സാധിക്കും. നിൻ്റെ ശരീരം നിന്നോട് എന്ത് പറയുന്നു? അയ്യോ, നിൻ്റെ ഉടുപ്പ് കൊടുത്തു പോകരുത്, പോയാൽ നീ നാളെ അതിൻ്റെ അനുഭവിക്കും. അതുകൊണ്ട് അങ്ങനെ അവൻ ചോദിക്കുന്നവൻ വരാൻ സാധ്യതയുണ്ടെന്ന് വല്ല ബോധമുണ്ടെങ്കിൽ ഓടി അവനിൽ നിന്ന് രക്ഷപ്പെടുക, വീടിനകത്ത് കയറി കഥ അടയ്ക്കുക, എന്നിട്ട് പറയുക, അല്ലെങ്കിൽ വേലക്കാരനോടോ മക്കളോടോ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേര് എന്ന്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധി. മനസ്സ് ഒന്ന് വികസിക്കുമ്പോൾ വിചാരിക്കും, അവൻ എന്നെപ്പോലൊരു വ്യക്തിയാണല്ലോ, അവൻ നഗ്നനായി നടക്കുന്നത് ശരിയല്ല, എൻ്റെ 2 ഉടുപ്പുണ്ട്, ഒന്ന് പിടിച്ചോ. അതുകൊണ്ട് മനസ്സിൽ കൂടെ നമുക്ക്. എന്നാൽ അതിനും അപ്പുറത്ത് പോകുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ വിശാലതയിൽ, സ്വാതന്ത്ര്യത്തിൽ, വെളിച്ചത്തിൽ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ മാത്രമേ ആരെങ്കിലും ഒരു ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പും കൂടെ കൊണ്ടുപോകും എന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ. അതൊരു സമഗ്രമായ മനുഷ്യത്വ വ്യക്തിത്വ വികസനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്നാണ് അതിനകത്തെ സത്യം. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഉടുപ്പുണ്ടാകരുതെന്നോ പുതപ്പുണ്ടാകരുതെന്നോ അല്ല എൻ്റെ അർത്ഥം. ആരെങ്കിലും 1 മൈൽ പോകുവാൻ നിന്നെ ഹേമിച്ചു. അവനങ്ങനെ ഹേമിക്കുന്നത് അവൻ വെറും ഒരു ശരീരം മാത്രമായിട്ടാണ്. ആ ശരീരത്തിന് നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നല്ല പൊട്ടിയത് തരും. അപ്പം നിവൃത്തിയില്ലാഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു. അതെന്താണ്? ശരീരത്തിൻ്റെ പ്രതികരണമാണ്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ എൻ്റെ തടിക്ക് കേടുവരും, അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നാൽ അതിനപ്പുറത്ത് കടന്നു പോകണമെങ്കിൽ, 2 മൈൽ പോകണമെങ്കിൽ ശരീരത്തിൻ്റെ ബുദ്ധി കൊണ്ട് പോകാൻ സാധ്യമല്ല. അത് ആത്മാവ് ഉണരുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഉദ്ബോധനത്തിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ, അതിൻ്റെ അവസ്ഥകളെ പരിഗണിക്കുമ്പോൾ, വിഭാവന ചെയ്യുമ്പോൾ ദയവായി മനസ്സിലാക്കുക, നിങ്ങളൊരു ശരീരം മാത്രമല്ല, നിങ്ങളൊരു മനസ്സും ഒരു ആത്മാവുമാണ്. ശരീരത്തിന് എത്രമാത്രം നിങ്ങൾ പരിചരിക്കുന്നു, അത് വളരുവാൻ, അതിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ, അതിന് സുഖസൗകര്യങ്ങൾ ഉണ്ടാകുവാൻ നിങ്ങൾ തത്രപ്പെടുന്നു. അതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും വികസിക്കത്തക്ക വിധത്തിൽ നിങ്ങളെ ബഹുമാനിക്കണം. നിങ്ങളുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സാധ്യതകളുടെ അത്ഭുതത്തെ നിങ്ങൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കണം. ദാറ്റ് മസ്റ്റ് ബി യുവർ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഇൻ ദിസ് വേൾഡ്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം പ്രാപിക്കുക എന്നതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ ഉപലബ്ധി, ഏറ്റവും വലിയ നേട്ടം. ദ ഗ്രേറ്റസ്റ്റ് ഇമാജിനബിൾ അച്ചീവ്മെൻറ്റ് ഓൺ പ്ലാനറ്റ് എർത്ത് ഈസ് ടു അറ്റെയിൻ എ പേഴ്സണാലിറ്റി as holistically developed as Jesus indicates here, developed in respect of the body, of the mind and of the spirit all alike. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഈ 3 ഘടകങ്ങൾ, ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് 3ഉം സമഗ്രമായി വികസിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം
നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, ഗാംഭീര്യം, ശക്തി അത് യേശുവിൽ വെളിപ്പെട്ടു വരുന്നു. ദ പവർ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എംബോഡിഡ് അറ്റ് ഇറ്റ്സ് ജെനിത്ത് ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ മർമ്മം എന്താണ്? ശരീരവും മനസ്സും ആത്മാവും ഇപ്രകാരം സമഗ്രമായി വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്? എ ഹോളിസ്റ്റിക് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് ദ പവർ ഓഫ് പേഴ്സണാലിറ്റി. ഇപ്പോൾ ശരീരത്തിന് 2 മാർക്ക്, മനസ്സിന് 2 മാർക്ക്, ആത്മാവിന് 2 മാർക്ക് എന്ന് വിചാരിക്കും. അപ്പോൾ ശരീരം ഡെവലപ്പ് ചെയ്തു 2 ഔട്ട് ഓഫ് 2, ആത്മാവ് ഡെവലപ്പ് ചെയ്തു 1 ഔട്ട് ഓഫ് 2, മനസ്സ് ഡെവലപ്പ് ചെയ്തു 1 ഔട്ട് ഓഫ് 2, ആത്മാവ് ഡെവലപ്പ് ചെയ്തു 1/2 ഔട്ട് ഓഫ് 2. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്താണ്? 2 + 1 3, 3 + ½ 3.5. നമ്മുടെ വ്യക്തിത്വം 3.5. അങ്ങനെയല്ല, 2 മൾട്ടിപ്ലൈഡ് സെവറൽ ടൈംസ്. ഇപ്പം എല്ലാം പൂർണ്ണ വളർച്ചയാണെന്ന് വിചാരിക്കുക. 2 × 2 × 2. അപ്പോൾ ഒരു വലിയ നാം വിചാരിക്കുന്നതിനപ്പുറത്തുള്ളൊരു വലിയ ഒരു സാധ്യതയും സമ്പുഷ്ടിയും മാഹാത്മ്യവും ഔന്നത്യവും പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? നാം ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നാം ലോകത്തിലാണ്. ഈ ലോകത്തിൻ്റെ സംസ്കാരവും ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടും നമുക്ക് നൽകുന്ന ഏക പ്രേരണ ഭൗതികവും ശാരീരികവുമായ സുഖസമ്പത്തുകൾ നേടണം, അതിന് തക്കതായ വികസനം പ്രാപിക്കണമെന്നതാണെങ്കിൽ നാം ക്രിസ്തുവിലാകുന്നു എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ്? ആ വികസനം, ആ വളർച്ച പോരാ. നിൻ്റെ മാനസികവും ആത്മീയവുമായ വളർച്ച അത് അതിൻ്റെ ഉത്തമ ശ്രേണിയിലെത്തണം. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പൂർണ്ണ വളർച്ചയിൽ കൂടെ നീ പ്രാപിക്കുന്ന വ്യക്തിത്വം ഈ ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതമായി തീരും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. ഇതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഇപ്രകാരം പ്രതികരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾക്ക് ഇത് വായിക്കാമെന്നല്ലാതെ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്, യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ലക്ഷ്യം നാം വളരണം, നമുക്കിനിയും അധികം വളരുവാനുണ്ട്, നമ്മുടെ വളർച്ചയിൽ നാം എങ്ങും എത്തിയിട്ടില്ല എന്നത് നമ്മെ ഉണർത്തിക്കുകയും ബോധ്യപ്പെടുത്തുകയും മുൻപോട്ട് പോകുവാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വെറും ഒരു അർത്ഥശൂന്യമായ ഭക്തിയുടെ വികാരത്തിൽ വായിച്ച് ഇതിലേതാണ്ട് മാജിക്കലായിട്ടുള്ള പവറുണ്ട് എന്ന് പറഞ്ഞ് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ യാതൊരു പ്രയോജനമില്ല. ഇത് യാതൊരു ഗുണവും ചെയ്യുന്നതല്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ ദിശയിൽ നമുക്ക് സഞ്ചരിക്കുവാനിടയായാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സൂചിപ്പിച്ചുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി നന്നേ ബുദ്ധിമുട്ടിക്കുന്നതിനാൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.